എല്ലാവർക്കും നമസ്കാരം. ഇത് വലിയൊരു വേദിയാണ്. കാരണം എൻ്റെ ജീവിതത്തിലെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ഇപ്പോഴും എൻ്റെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു കലാകാരനുണ്ട്. നമ്മൾ വിട്ടുപിരിഞ്ഞെങ്കിലും നമ്മുടെ എല്ലാവരും മനസ്സിലുള്ള പ്രിയപ്പെട്ട മാമുക്കോയക്ക, അദ്ദേഹത്തിൻ്റെ മകൻ നിസാർക്ക. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയുടെ, അതുപോലെ ഹരിച്ചേട്ടൻ ഒരുമട്ടവൻ ഇപ്പോൾ ഈ ആഴ്ച റിലീസാണ്. ഒരുമട്ടവന് അഡ്വാൻസ് ആശംസകൾ നേരുന്നു. അപ്പോൾ ഇതുപോലെ ചേട്ടൻ എല്ലാവരും ഉണ്ട്, പ്രിയപ്പെട്ട മീഡിയാസൊക്കെ ഉണ്ട്. ഈ വേദിയിൽ ഒരു അവസരം കിട്ടുന്നൊരു വലിയൊരു ഭാഗ്യമാണ്. അഡ്വാൻസ് ആയിട്ട് പുതിയ സിനിമയ്ക്ക് പേര് ഞാൻ പറയാനുള്ള ആശംസകൾ നേരുന്നു. പേര് കിട്ടുന്നില്ല. അപ്പോൾ ചെറിയൊരു മിമിക്രി, നല്ലൊരു കൈയ്യടി തരാം. അതിൽ കുഞ്ഞുനാൾ പോലെ ടി വിയിൽ മാത്രം കാണുന്ന ശങ്കർ സാറ് കുറച്ച് താരങ്ങളെ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ആദ്യമായി നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ ജനാർദ്ദനൻ ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ മാനാർമത്തായി സ്പീക്കിംഗ് എന്ന സിനിമയിൽ ചെറിയ രംഗം. ഇത് ഞാൻ എന്ത് വേണമെങ്കിലും വിളിക്കാം. അപ്പൊ പൊട്ടപ്പനല്ല, തങ്കപ്പൻ. അത് ചൊടിക്കണം അവരുടെ കാല്. അയ്യോ, എത്ര കാലല്ല, അവരുടെ കാല് തള്ളി തള്ളി ഒടുക്കി. സത്യാവേ, ആരാ വന്നിട്ട് കണ്ടു? പൊന്നപ്പൻ അല്ല തങ്കപ്പൻ. എന്തെ കുറിച്ചുള്ള വാർത്ത പത്രത്തിൽ വന്നുല്ലേ? ഈ പത്രക്കാരെ കണ്ടു തോറ്റു. അല്ല അവന്റെ ഒരു ചെറിയ കയ്യടി പോരട്ടെ. അതുപോലെ മൺമറിഞ്ഞു പോയ പ്രിയപ്പെട്ട കലാഭവൻ മണിച്ചേട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ എന്തേ കാണിക്കണേ, നല്ലൊരു കയ്യടി പോരട്ടെ. ഇത് നമ്മുടെ സിനിമയല്ലേ. എന്നാലും നമ്മുടെ മാമുക്കോയക്കണം മകനൊക്കെ നല്ല വേഷം ചെയ്യുന്ന ഒരു സിനിമ. നിങ്ങളുടെ ഒരു നല്ലൊരു സപ്പോർട്ട്. ഒരു കൊച്ചുകുട്ടി ഇത് നമ്മുടെ മായിങ് മോറ്റൊക്കെ ചോദിച്ചു ഒരു പാട്ട് പാടാൻ. ഓടേണ്ട ഓടേണ്ട ഓടി തളരേണ്ട ഓമന പൂമുഖം വാടിടേണ്ട. ഒരു മാസം ഇവിടെ പറയാണ്ട് ഒരു കയ്യടി പോരട്ടെ. പ്രിയമുള്ളവരെ, ഒരാളെ അനുകരിക്കുകയാണ് ഞാൻ. വേദികൾ അവതരിപ്പിച്ച് നല്ല രീതിയിലാണ് ഇതുവരെ ഞാൻ അനുകരിച്ചിട്ടുള്ളൂ. ആ വ്യക്തിയെ ഞാൻ ഈ വേദിയിൽ നിന്ന് അവതരിപ്പിക്കുകയാണ്. വേറെ ആരുമല്ല, ശ്രീ മാമുക്കോയ എക്കയുടെ സൗണ്ട് ഈ വേദിയിൽ നിന്ന് അവതരിപ്പിക്കുകയാണ്. വലിയൊരു ഭാഗ്യമായിട്ട് കൂട്ടുകയാണ്. അപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയാണ് സിദ്ദീഖ് ലാൽ സാറിന്റെ റാഞ്ചി റാവ് സ്പീക്കിംഗ്. ആ സിനിമയിലെ ഗോപാലകൃഷ്ണ എന്ന് വിളിച്ച് അദ്ദേഹം ഓഫീസിലേക്ക് ചെല്ലുന്നൊരു സീന് ഇവിടെ നിന്ന് അവതരിപ്പിക്കുകയാണ്. നീ ഇവിടെ പോയി കിടക്ക. എന്നെ പൊണ്ണു വത്താച്ച എനിക്ക് തരാനുള്ള പൈസ പറച്ചാൽ ആകെ പ്രശ്നവും. ഓട് കെട്ടി തൂങ്ങിച്ചാന്ന് പറയും, ആകെ പ്രശ്നമായിട്ട് നിൽക്കുക. എന്റെ പൊണ്ണു വാലേസ, നമുക്ക് തരാനുള്ള പൈസ അടുത്ത ആഴ്ച നമ്മൾ വരും. കുറച്ച് ആളെ കൂട്ടി, വേറെ ഒന്നുമില്ല. ഇവിടെ കിടന്ന് ഈ പൈസ തന്നില്ല, നമ്മൾ മയ്യത്താകുമ്പോ നമ്മുടെ ബോഡി അങ്ങ് നാട്ടിലേക്ക് കൊണ്ടുവരാ. വാലേസ അല്ല നായിഞ്ച മോനെ. അതുപോലെ നമ്മുടെ ദാസൻ വിജയനും ലാലേട്ടനെ ശ്രീനിവാസൻ നമ്മുടെ നാടോടിക്കാറ്റ് കണ്ടാണ്. അതിനകത്ത് ആ ഡയലോഗ്സ് നിന്നും നമ്മൾ ഓർക്കുകയാണ്. മോനെ ദാസ, മോനെ വിജയ, നിങ്ങൾ ഗബൂർക്ക ദോസ് എന്ന് പറഞ്ഞ വേറെ ഒന്നും പറയണ. ഗബൂർക്ക ദോസ് ഇതൊരു ആഗ്രഹം കൊണ്ട് എടുത്താണ്. നല്ല കൈയടി അദ്ദേഹത്തിന് വേണ്ടി എനിക്ക് നൽകുക. അതുപോലെ ഇപ്പൊ ഓണക്കാലത്തെല്ലാം നമ്മുടെ മനസ്സിൽ ഓടിയെത്തിയ മാവേലി, നമ്മുടെ ഇന്നസെന്റ് ഏട്ടൻ നമ്മുടെ കൂടെ ഇല്ല എങ്കിലും അദ്ദേഹം നമ്മുടെ ഡൂബായ് ജഗദീശേട്ടൻ, എന്റെ ഈശ്വര ഞാൻ വന്നു മാവേലി തിരുപിരി ചാരി ഇവിടെയുണ്ട്. ചാരി ലേഡീസിന്റെ ഇടക്കിടന്ന് ഇങ്ങനെ പാട്ടുപാടി ആട്ടുപാടി ഇങ്ങനെ നടക്കുക. അതെനിക്ക് ഇഷ്ടമായി. എന്തായാലും ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു തിരുവേനി. അപ്പൊ ഒരു താരത്തെ കൂടി അവതരിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. നിങ്ങളുടെ നല്ലൊരു കയ്യടിയോടുകൂടി ഒരു താരത്തെ കൂടി ഇവിടെ അവതരിപ്പിക്കുകയാണ്. സിനിമയ്ക്ക് അഡ്വാൻസ് ആശംസകൾ നേർന്നുകൊണ്ട് മൺമറഞ്ഞു പോയ ശ്രീ MS തൃപ്പൂണിത്തുറ ചേട്ടന്റെ ശബ്ദം കൂടി ഇവിടെ നിന്ന് അവതരിപ്പിക്കുന്നു. രാമൻകുട്ടി, ആളുകൾ പറയുന്നു എവിടെ ചെന്നാലും പാട്ട് പാടാൻ. ഞാനും പാടി മുക്കാവനായില്ല. അല്ലാതെ കലികാരം. പ്രിയമുള്ളവരെ, എൻ്റെ ഒരു കൂട്ടുകാരനാണ് മാഹിമായിട്ട് ഇവിടെ പൊക്കംകാരൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ മൺമറഞ്ഞു പോയ നമ്മുടെ സുബി ചേച്ചി ഒരു അവസരം എനിക്ക് ചാനലിൽ തന്നായിരുന്നു, സുബി സുരേഷ്. അപ്പോൾ ചേച്ചി പറഞ്ഞു മണിച്ചേട്ടനെ ചെയ്യുന്നതിൽ നന്നായിട്ടുണ്ടെന്ന് എനിക്കൊരു അനുഗ്രഹം മണിച്ചേട്ടന്റെ ഭാഗം കൊണ്ട് എനിക്ക് കിട്ടി. അപ്പൊ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ആ വാസന്തി ലക്ഷ്മിയിൽ ഒരു സംഭവം ചെയ്യുകയാണ്. ചെറുതായിട്ട് കൊല്ലില്ല. മലവാസന്തി കിടപ്പാടി കിടക്കണേ കൊച്ചട പോലെ എനിക്ക് കണ്ടില്ലേ? എല്ലാം മെയിൻ കൊത്തിയെടുത്തു തോന്നേ. ചേട്ടാ, ഇവിടെ കാര്യം ഭംഗിയായിട്ട് നോക്കണേ. അമ്മ അച്ഛാ, ഇവിടെ കാണണ്ടേ? അല്ല, തോമസാറ് വന്നോ? തോമസാര് വന്നോ? തോമസാറ് പാവ
എന്റെ വാസന്തിന്റെ പോസ്റ്ററിന് വെട്ടിക്കിരാണ്ട് തന്നേന് അവൻ അങ്ങനെ നന്ദി പറയണമെന്നറിയ ഇട്ടില്ല ഞാൻ അയാള് ചത്തോ എന്നേ എനിക്ക് നശിച്ച് കണ്ണുകാണ് എനിക്ക് ലോകം വേണ്ട ഞാൻ പോവുക. താങ്ക് യു. അപ്പൊ ഞാൻ ഇവിടെ വന്ന് നിൽക്കാൻ കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരൻ അലിൻ ജോസ് പെരേരയാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ ഞാൻ വന്നപ്പോൾ ഒരുപാട് പരിഹാസങ്ങളൊക്കെ കിട്ടും, ഒരുപാട് കമന്റ്സ് നെഗറ്റീവായിട്ട് വന്നു. പക്ഷെ ഇന്നും ഞങ്ങളുടെ സൗഹൃദം മുന്നോട്ട് പോകുന്നു. കാരണം നെഗറ്റീവിലൂടെ ഇപ്പൊ ഇദ്ദേഹം അടുത്ത ദിവസം ഷൂട്ടുണ്ട് എനിക്കും പെരേരയ്ക്കും. ചോലവിസ്കി എന്നൊരു സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ വേഷമുണ്ട്, നല്ലൊരു കൈഡി കൊടുക്കുക. കാരണം ഇപ്പോൾ ഒരുപാട് സിനിമകളിലെ അവസരം പെരേരയ്ക്ക് കിട്ടുന്നുണ്ട്. കാരണം അദ്ദേഹം കാരണമാണ് എനിക്കിപ്പോ ഈ സോഷ്യൽ മീഡിയയിൽ വന്നു നിൽക്കാൻ എനിക്ക് മാഹിനൊക്കെ സാധിച്ചത്. ഈ അവസരത്തിൽ പറയണത് പോലെ നമ്മുടെ നിഷ ഇടുക്കി അങ്ങനെ ഒരുപാട് പേര് ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു. പ്രത്യേകിച്ച് ഒരുമ്പട്ടവന് അഡ്വാൻസ് ആയിട്ട് ഹരിച്ചേട്ടനും അതുപോലെ നമ്മുടെ നിസാർക്കാക്കും ബാക്കിയുള്ള അദ്ദേഹത്തിന് ഹരിച്ചേട്ടൻ മാൻ ഗവർണർ സാറിനും എല്ലാവർക്കും നന്ദി പറഞ്ഞു. എല്ലാ ഈ സിനിമയുടെ പേര് നസ്രിയ തിരിഞ്ഞു നോക്കി. എല്ലാവിധ ആശംസകളും നായകൻ പ്രൊഡ്യൂസർക്കും പാട്ടുകാർക്കും. ചേട്ടൻ ഒരു പാട്ട് പാടാതെ ശരിയാവോ? ഒരു പാട്ട് പാടണ്ടേ? പാടില്ലേ? ആയോ? അപ്പോ നമ്മുടെ പുതിയായിട്ടുള്ള സിനിമയായിട്ടുള്ള ക്ലാക് ക്ലാക് ക്ലീക്ലി സുരേഷ് സുരേഷ് നസ്രിയ തിരിഞ്ഞു നോക്കി സിനിമയ്ക്ക് എല്ലാവരും ആശംസകൾ നേരുന്നു. നമ്മുടെ ഹരിനാരായണൻ സാറിനും സാറിനും എല്ലാവരും ആശംസ നേരുന്നു. അപ്പൊ ആ സിനിമയുടെ ടൈറ്റിലിനെ പറ്റി ഒരു പാട്ട് പാടാം. നസ്രിയ തിരിഞ്ഞു നോക്കി അടിപൊളി പടമാകട്ടെ, ഹരിനാരായണൻ സാറിന് നല്ല രീതിയിൽ ഡയറക്ഷൻ വർക്കൗട്ട് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വന്നാൽ മാത്രം സിനിമ വിജയിക്കൂ. ഷൂട്ടിംഗ് നല്ല രീതിയിൽ വർക്കൗട്ട് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ നസ്രിയ തിരിഞ്ഞു നോക്കി അടിപൊളി നസ്രിയ ആകട്ടെ നമ്മുടെ നായിക സൂപ്പർ.